ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിക്കുവാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ജന്മവാസനകളിൽ ഒന്നാണ്. ജീവിക്കുവാനുള്ള ജന്മവാസന അവസാനം വരെ അവനെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ഭൗതികമായ ഈ ജീവിതത്തിന് ഒരന്ത്യമുണ്ട്. ദൈവത്തോടു കൂടിയുള്ള ഭൗതിക ജീവിതത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം നിത്യജീവിതത്തിലേക്ക് കടക്കുവാനുള്ള വാതിലാണ് മരണം. ലോകജീവിതം മരണത്തിൻ്റെ മങ്ങിയ വശമാണ്. മരണമാകുന്ന തിരശ്ശീലയുടെ ഒരു വശം മാത്രമാണ് മനുഷ്യൻ കാണുന്നത്. ലോകജീവിതം, അവിടെ വേണ്ടത്ര വെളിച്ചമില്ല. എന്നാൽ മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ മറുവശം പ്രകാശപൂരിതമാണ്. എങ്കിലും മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. ഗർഭകാലം പൂർത്തിയാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിനോട്, കുഞ്ഞെ, നിനക്ക് ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് ആരെങ്കിലും പറയുകയാണെന്ന് കരുതുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീ മരിക്കാൻ പോവുകയാണെന്ന് ഒരാൾ പറയുന്നു. ഉടനെ ആ കുഞ്ഞു പറയും, അയ്യോ, ഞാൻ പോകുന്നില്ല. ഇവിടെ എനിക്ക് സുഖമാണ്, സുരക്ഷിതമാണ് ഈ സ്ഥലം. ഇവിടം വിട്ട് ഞാൻ പോകില്ല. പക്ഷേ ഗർഭകാലം പൂർത്തിയാകുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പ്രകാശം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ലോകജീവിതമാകുന്ന ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിശുക്കളാണ് നാം. സുപരിചിതമായ ഈ സ്ഥലം വിട്ട് സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു ലോകത്തിലേക്ക് കടക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇതിനപ്പുറം, ഇതിനേക്കാൾ മനോഹരമായ പ്രകാശപൂരിതമായ ഒരു ലോകമുണ്ടെന്ന് ലോകഗുരുക്കന്മാർ പറഞ്ഞത് നാം മറന്നു പോകരുത്. ക്രിസ്തു എങ്ങനെയാണ് മരണത്തെ സമീപിച്ചത്? ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങേണ്ട സമയമായെന്ന് ബോധ്യമായപ്പോൾ, ദൈവനിയോഗപ്രകാരമുള്ള ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കിയപ്പോൾ കുരിശിനെ സ്വയം അഭിമുഖീകരിക്കുകയാണ് ചെയ്തത്. മരണത്തെ ചെറുക്കുവാനുള്ള മനുഷ്യ സഹജമായ പ്രേരണ യേശുവിലും ഉണ്ടായി കാണണം. എന്നാൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാമായിരുന്ന ആ സഹജവാസനയെ കൂടെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ പദ്ധതിക്ക് തന്നെ വിധേയപ്പെടുത്തുന്നു. എന്നാൽ കുരിശ് യേശുവിൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുകയായിരുന്നില്ല. പുനരുത്ഥാനത്തിലൂടെ മഹത്തായ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള വാതിൽ മാത്രമായിരുന്നു കുരിശെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.